ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും കടുകുമണി ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് പാലക്കാട് ഫോർട്ടിലാണ്. ഞങ്ങൾ ഏകദേശം 1 മണിയൊക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ. നല്ല ചൂടാണ്, അസാധ്യ ചൂടാണ്. പക്ഷേ ഈ ചൂടിനൊന്നും വകവയ്ക്കാതെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഈ കോട്ടയുടെ എൻട്രി ഏരിയയിൽ വാടിക എന്ന് പറഞ്ഞ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അപ്പം അതിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകാൻ നിന്നില്ല. അതുപോലെ തന്നെ ചൂട് കാരണം ഒത്തിരി ഫ്രഷ് ജ്യൂസും ഐസ്ക്രീമും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാതും ആൾക്കാർ മേടിച്ചിട്ടാണ് കോട്ടയുടെ ഉള്ളിലോട്ട് പോവുക, കാരണം അത്രയും ചൂടാണ്. ഈ എൻട്രി ഏരിയയിൽ മാത്രമേ ഇത്രയും മരങ്ങളുള്ളത് കാരണം കുറച്ച് തണുപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ ഒരു കിടങ്ങുണ്ട്, നല്ല വെള്ളവും എല്ലാം അതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രളയ സമയത്ത് 2018 ഒരു നല്ല പ്രളയം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കിടങ്ങ് മൂടിയിട്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. അപ്പം ഇവിടെ കോട്ടയൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം കോവിഡ് വന്നപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു വർഷത്തേക്ക് ഇവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു, ഇവിടേക്കൊന്നും ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ ഏകദേശം വന്നിട്ട് 3 വർഷത്തോളമായി. അപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് എനിക്ക് വരാനുള്ള ആഗ്രഹം കാരണം വന്നതാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്താണ്. ഈ ഒരു സ്ഥലം നല്ലൊരു സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ആദ്യം ആലോചിക്കുക, ടിപ്പു സുൽത്താൻ്റെ കുതിരകൾക്ക് ഈ കിടങ്ങ് ചാടാനുള്ള, അതായത് ഈ ഒരു വശത്ത് നിന്നും അപ്പുറത്തെ വശത്തോട്ട് ചാടാനുള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അതൊക്കെ ഇമാജിൻ ചെയ്യും, എങ്ങനെയാണ് ഈ കുതിര ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാടുന്നത് എന്നൊക്കെ. എപ്പോൾ വന്നാലും അതെനിക്ക് ഓർമ്മയിൽ വരും. പിന്നെ ഒരു ആമക്കുട്ടനെ മാത്രം ഞാൻ അവിടെ സ്പോട്ട് ചെയ്ത് കണ്ടു. അപ്പം ഞാനിങ്ങനെ ക്യാമറ സൂം ചെയ്തെടുത്തതാണ്. എന്താണെന്നറിയില്ല, പുള്ളിക്ക് ഒഴുക്കിനെതിരെ നീന്താൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതിനെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ബാക്കി എല്ലാ ആമകളും അപ്പുറത്തെ സൈഡിലാണ്. കോട്ടയിലേക്ക് കയറുന്ന ഒരു എൻട്രി സൈഡുണ്ട്, അവിടെയാണ് എല്ലാ ആമകളെയും കാണുന്നത്. സാധാരണ കാണുന്ന അവിടെ, ഇത് ആദ്യമായിട്ടാണ് ഒന്നിങ്ങനെ എതിരെ ഒഴുകി പോകുന്നത്. അപ്പം ഇവിടെയൊക്കെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. കുറേ നേരം ഇവിടെ നിൽക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ഈ വെള്ളം കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഈ മരങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് വെയിലൊന്നും മങ്ങിയിട്ടുണ്ട്. സാരല്ല, ഇപ്പോൾ അധികം ശക്തിയായിട്ട് വെയിൽ വരും, ഇടയ്ക്ക് മങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ കോട്ടയുടെ ഉള്ളിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അതിൻ്റെ എൻട്രി ഭാഗത്തായിട്ട്, അവിടെ കോട്ടയുടെ എൻട്രി ഭാഗത്തായിട്ട് അവിടെയുള്ള വെള്ളത്തിൽ ഒത്തിരി ആമകളും മീനുകളും കാണാൻ പറ്റും. കാരണം ഇവിടെ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിനെ നോക്കിക്കൊണ്ട്. പണ്ടൊക്കെ ഈ ആൾക്കാരുടെ കയ്യിൽ കുറേ പോപ്കോണും എന്താണ് ഇവരുടെ കയ്യിൽ കഴിക്കാനുള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇത്ര ക്ലിയറിൽ കാണാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ അവർ റെസ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് തോന്നുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഒന്നും ഇട്ട് കൊടുക്കുന്നൊന്നും കണ്ടില്ല. ഈ പോപ്കോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളൊന്നും ആരും ഇട്ട് കൊടുക്കുന്നില്ല. എല്ലാവരും അത് നോക്കിയോണ്ടും ക്യാമറ വീഡിയോ എടുത്തുകൊണ്ടും എല്ലാമാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കാരണം വെള്ളം മലിനാക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ കോട്ടയുടെ ഉള്ളിലോട്ട് കയറി. പുറത്ത് നിൽക്കുന്ന പോലെയല്ല കേട്ടോ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത്, കാരണം ഭയങ്കര ചൂടായിരിക്കും. മരങ്ങളൊക്കെ സൈഡിലൊക്കെ ഉള്ളു, കോട്ടയുടെ ഉള്ളിൽ മരങ്ങളില്ല. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൊക്കെ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം 1 മണി 1:15 1:30 ടൈമാണ്. എന്നാലും ആ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിലോട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് അടിമക്കച്ചവടമൊക്കെ നടന്ന സ്ഥലമാണിത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ജയിലുണ്ട്. ഇപ്പോൾ പാലക്കാട് സബ് ജയിൽ ഇപ്പം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു 3 വർഷം മുന്നേയൊക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഉള്ളിലോട്ടൊന്നും കയറിയില്ല, പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങുക ചെയ്തു. അതുപോലെ തന്നെ കോട്ടയുടെ ഉള്ളിലൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്, ഒരു ഫേമസ് ആയിട്ടുള്ള ഹനുമാൻ ക്ഷേത്രമുണ്ട്. അവിടേക്കൊന്നും ഞാൻ ക്യാമറ കൊണ്ടുപോയില്ല. പിന്നെ ഈ ഒരു ഏരിയ, അതായത് കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഏരിയ, നമുക്ക് ചുറ്റി നടക്കാനുള്ള ഏരിയ ആണിത്. ഇത് അടച്ചിട്ടിരിക്കുവാന്നേ, കാരണം ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ സമയത്ത് ചുറ്റി നടക്കാനൊന്നും പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. അപ്പോൾ എപ്പോഴും അത് അവർ അടച്ചിടും. അത് തുറന്നു കൊടുക്കുന്ന ഏകദേശം ഒരു 5 മണി ആ ഒരു സമയത്താണ് അത് തുറന്നു കൊടുക്കുക. പിന്നെ ഇവിടെ ഒത്തിരി ആൾക്കാർ, ഇവരൊക്കെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. കാരണം ഇവരുടെ സംസാര ശൈലി അങ്ങനെയായിരുന്നു. ഇവർ ഈ കോട്ടയുടെ ചരിത്രം മൊത്തം പറയുകയാണ്. ഗൈഡൊക്കെ ഉണ്ട് തോന്നുന്നു, ഗൈഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ പേരിങ്ങനെ കമൻ്റ് അടിക്കുന്നുണ്ട്. അപ്പം ഞാനും അമ്മയൊക്കെ അവിടെ നിന്ന് അത് കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ സംസാര രീതിയൊക്കെ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ക്യാമറയിലോട്ട്. പക്ഷേ ഈ പറയുന്ന കൂട്ടത്തിൽ അതത്ര പെട്ടെന്ന് നടന്നില്ല, ചീറ്റിപ്പോയി. പിന്നെ ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്നുണ്ട്, ആൾക്കാരെ കയറ്റി പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ ഒരു സമയമാവുക കാരണം, ഈ ഒരു വെക്കേഷൻ ടൈം ആവുക കാരണമാണ് ഇത്രയും തിരക്ക് വന്നിരിക്കുന്നത്. അപ്പം അമ്മയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനാണെങ്കിൽ സെൽഫോണിലാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ ഷിവറാവുന്നുണ്ട്. അപ്പം വീഡിയോ ഇങ്ങനെ ഷെയ്ക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.